ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒന്നാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം. ഇതിന്റെ എല്ലാം കേന്ദ്രബിന്ദു ഇറാൻ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്ന് അമേരിക്ക ആരോപിക്കുന്ന ആണവായുധം അഥവാ ന്യൂക്ലിയർ ബോംബാണ്. എന്താണ് ഈ ആയുധം? ഇതിന്റെ ശക്തി എവിടെ നിന്നാണ് വരുന്നത്? ഇത് മനസ്സിലാക്കാൻ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ കണികയായ ആറ്റത്തെ കുറിച്ചറിയണം. നമുക്ക് ചുറ്റുമുള്ള സകല വസ്തുക്കളും, ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും നമ്മുടെ ശരീരം പോലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോടിക്കണക്കിന് ആറ്റങ്ങൾ ചേർന്നാണ്. ഒരു വീട് പണിയാൻ ഉപയോഗിക്കുന്ന ഇഷ്ടിക പോലെയാണ് ആറ്റം. ഇതിന്റെ ഉള്ളിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നീ 3 ഭാഗങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ കേന്ദ്രമാണ്. അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. ഈ കൊച്ചു കേന്ദ്രത്തിനുള്ളിലാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഊർജം ഒളിഞ്ഞിരിക്കുന്നത്. ഈ ആറ്റത്തിന്റെ കേന്ദ്രത്തെ പിളർക്കുമ്പോൾ അതിശക്തമായ ഊർജം പുറത്തുവരുന്നു. ഒരു വിറക് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജത്തേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങാണ് ഒരു ആറ്റം പിളരുമ്പോൾ ലഭിക്കുന്നത്. 1940കളിൽ ജെ. റോബർട്ട് ഓപ്പൺഹൈമർ എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലാണ് ഈ ശക്തിയെ ഒരു ആയുധമാക്കി മാറ്റാൻ കഴിയുമെന്ന് മനുഷ്യൻ കണ്ടെത്തിയത്. യുറേനിയം, പ്ലൂട്ടോണിയം തുടങ്ങിയ മൂലകങ്ങൾ ഉപയോഗിച്ചാണ് ഈ ബോംബുകൾ നിർമ്മിക്കുന്നത്. 1945-ൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ഈ ബോംബ് പ്രയോഗിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു വലിയ നഗരം ചാരമായി മാറി. ഒരു അണുബോംബ് പൊട്ടുമ്പോൾ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നാമത്, സൂര്യനേക്കാൾ ചൂടുള്ള ഒരു തീഗോളമെല്ലാം ഉരുക്കിക്കളയുന്നു. രണ്ടാമത്, വമ്പൻ കെട്ടിടങ്ങളെപ്പോലും തകർത്തെറിയുന്ന കാറ്റ്, ഷോക്ക് വേവ്. മൂന്നാമത്തേതും ഏറ്റവും ഭീകരവുമായത് റേഡിയേഷനാണ്. ഇത് വായുവിലും മണ്ണിലും വർഷങ്ങളോളം നിലനിൽക്കും. തലമുറകളിൽ വൈകല്യങ്ങളും മാരകമായ രോഗങ്ങളും ഉണ്ടാക്കും. ഇന്ന് ലോകത്ത് 9 രാജ്യങ്ങളുടെ കൈവശം ഇത്തരം ആയുധങ്ങളുണ്ട്. അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവരാണ് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടവർ. ഇന്ത്യ, പാകിസ്ഥാൻ, വടക്കൻ കൊറിയ എന്നിവരും ആയുധങ്ങൾ വികസിപ്പിച്ചു. ഇസ്രായേലിന്റെ കൈവശവും ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ഇതിലേക്ക് ഇറാൻ കൂടി ചേരുന്നത് ലോകത്തിന്റെ സന്തുലിതാവസ്ഥ തെറ്റിക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. ശാസ്ത്രം നൽകിയ ഈ മഹാശക്തി വിനാശത്തിനല്ല, ലോകത്തിന്റെ പുരോഗതിക്കും സമാധാനത്തിനും വേണ്ടി മാത്രമാകട്ടെ നാം ഉപയോഗിക്കുന്നത്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. ആയുധങ്ങൾ കൊണ്ട് നേടുന്ന വിജയങ്ങൾ താൽക്കാലികമാണ്. എന്നാൽ അത് വരുത്തിവെക്കുന്ന മുറിവുകൾ തലമുറകളോളം നിലനിൽക്കും. അണുവായുധങ്ങൾ പ്രയോഗിച്ചാൽ ജയിക്കുന്നവനോ തോൽക്കുന്നവനോ ഇല്ലാത്ത ഒരു ലോകമായിരിക്കും അവശേഷിക്കുക. ശാസ്ത്രം നമുക്ക് നൽകിയ അറിവ് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താനും മനുഷ്യന്റെ ദുരിതങ്ങൾ മാറ്റാനുമാണ് ഉപയോഗിക്കേണ്ടത്. സംഭാഷണങ്ങളിലൂടെയും സമാധാനത്തിലൂടെയും മാത്രമേ ലോകത്തിന് നിലനിൽപ്പുള്ളൂ. നമുക്ക് വേണ്ടത് യുദ്ധമില്ലാത്ത, ആയുധങ്ങളില്ലാത്ത, ശാന്തി നിറഞ്ഞ ഒരു നാളെയാണ്.